നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശമ്പളക്കാരെ പറ്റിയും പെൻഷൻ റിവിഷനെ പറ്റിയും വീഡിയോ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലി പെൻഷൻ പരിഷ്കരിക്കുന്നതിനെ പറ്റിയുള്ള സാധ്യതകളുടെ വീഡിയോ ആണ് ഇത്. അപ്പം നമുക്കറിയാം, ഏതൊരു പേ റിവിഷൻ സമയത്തും ശമ്പളം പരിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ പെൻഷനും പരിഷ്കരിക്കും, ഫാമിലി പെൻഷനും പരിഷ്കരിക്കും. എല്ലാ കാലങ്ങളിലും ഈ മൂന്ന് സംഗതികളും ഒരുമിച്ചാണ് നടക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 1/7/2024 മുതൽ ശമ്പളവും പെൻഷനും ഒക്കെ പരിഷ്കരിക്കാൻ തീരുമാനം വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരവ് ഉടൻ ഇറങ്ങും. അതുപോലെ ഫാമിലി പെൻഷനും പരിഷ്കരിക്കും. നമുക്കറിയാം, ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് സർവീസിൽ തുടരവേ അല്ലെങ്കിൽ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു ജീവനക്കാരനോ പെൻഷനറോ മരണപ്പെട്ടു പോയാൽ ആശ്രിതർക്ക് ലഭിക്കുന്ന പെൻഷനാണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. സർവീസിലിരിക്കെ ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് 7 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ, മിനിമം 7 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ, മരണപ്പെട്ടതിന് ശേഷം 7 വർഷം അദ്ദേഹത്തിന് അവസാന ശമ്പളം എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. അവസാന ബേസിക് പേയുടെ 50% ഫാമിലി പെൻഷനായി ലഭിക്കും. 7 വർഷത്തിന് ശേഷം പിന്നെ അതിന് നമ്മൾ വർദ്ധിപ്പിച്ച ഫാമിലി പെൻഷൻ, എൻഹാൻസ്ഡ് ഫാമിലി ഹയർ റേറ്റ് എന്നൊക്കെ പറയും. അതിനുശേഷം ഈ അവസാന ബേസിക് പേയുടെ 30% ലഭിക്കുക. ഇതേപോലെ തന്നെയാണ് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു പെൻഷനർ മരണപ്പെട്ടാൽ, ഇപ്പം നമുക്ക് 56 വയസ്സിലാണ് സാധാരണഗതിയിൽ ഒരു പെൻഷനർ പെൻഷനാവുന്നത്. അദ്ദേഹത്തിന് 63 വയസ്സിനുള്ളിൽ മരണം സംഭവിച്ചാൽ ആ 63 വയസ്സ് വരെ, അതായത് പെൻഷൻ പറ്റിയതിന് ശേഷം 7 വർഷം വരെ, ഈ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാലാണ് ഫാമിലി പെൻഷൻ അവസാന ബേസിക് പേയുടെ 50% ലഭിക്കും, ഹയർ റേറ്റ് ലഭിക്കും. അതിനുശേഷം 63 വയസ്സിന് ശേഷം, അല്ലെങ്കിൽ പെൻഷൻ പറ്റി 7 വർഷത്തിന് ശേഷം ആശ്രിതർക്ക് ലാസ്റ്റ് ബേസിക് പേയുടെ 30% ഫാമിലി പെൻഷനായി ലഭിക്കുക. ഇവിടെയൊക്കെ നമ്മൾ പെൻഷൻ ബേസിക് പേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടിസ്ഥാന ഫാമിലി പെൻഷനെ പറ്റിയാണ് പറയുന്നത്. അതിന് ശേഷം അതിന് കാലാകാലങ്ങളിൽ ലഭിക്കുന്ന DA വേറെ ലഭിക്കുന്നതാണ്. നമ്മൾ ഈ പറയുമ്പോഴൊക്കെ ബേസിക് പെൻഷനും അടിസ്ഥാന പെൻഷനും ഒക്കെ തന്നെ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫാമിലി പെൻഷൻ്റെ അതായത് ഒരു പെൻഷനർ 56 വയസ്സിൽ 63 വയസ്സ് വരെയാണ് ഈ ഹയർ റേറ്റ് അനുവദിക്കുള്ളൂ. ഇപ്പോൾ ഒരു പെൻഷനർ, ഉദാഹരണം ഞാൻ പറയാം, ഒരു പെൻഷനർ 58 വയസ്സിൽ മരണപ്പെട്ടു, റിട്ടയർ ചെയ്തു 56-ൽ, 58 വയസ്സിൽ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് എന്നാണോ 63 വയസ്സ് വരെ ആകുന്നത്, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വർഷം എന്നാണോ ആവുന്നത്, അതായത് റിട്ടയർ ചെയ്തതിന് ശേഷം 7 വർഷം വരെ, അപ്പോൾ 58-ലാണ് മരണമെങ്കിൽ 58, ഒരു 5 വർഷം എങ്ങനെ കിട്ടും? അവസാന ബേസിക് പേയുടെ 50% ഫാമിലി പെൻഷനായി ലഭിക്കും. പൊതുവെ ഫാമിലി പെൻഷൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇത് മരണപ്പെടുന്ന കേസുകളിൽ മാത്രമാണ്. അല്ലാത്ത എല്ലാ ഈ 63 വയസ്സിന് ശേഷം മരണപ്പെടുന്ന എല്ലാ കേസുകളിലും നമ്മൾ അവസാന ബേസിക് പേയുടെ
30% ഫാമിലി പെൻഷനായിട്ട് ലഭിക്കുക. ഇനി അത് വ്യക്തമാണ്. അപ്പോൾ ഫാമിലി പെൻഷൻ എപ്പോഴും എത്രയാണ് ഫാമിലി പെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ ഈ ഹയർ റേറ്റ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ ഈ ഹയർ റേറ്റ് കിട്ടുന്നുള്ളൂ. അല്ലാത്ത എല്ലാ സമയങ്ങളിലും ഫാമിലി പെൻഷൻ നമുക്ക് ലാസ്റ്റ് ബേസിക് പേയുടെ 30%. അപ്പോൾ ഇങ്ങനെ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ലാസ്റ്റ് ബേസിക് പേ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ 24,000 രൂപ ബേസിക് പേ ഉള്ള സമയത്ത് ഒരു 25 കൊല്ലം മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഇവർ ഫാമിലി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 24,000 എന്ന് പറയുന്നത് 25 വർഷം മുമ്പേ അല്ലേ എന്നൊരു സംശയം ചോദിക്കാം. അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ ഫാമിലി പെൻഷൻ കറസ്പോണ്ടിങ് ആയിട്ട് പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത് 25 വർഷം മുമ്പുണ്ടായിരുന്ന ലാസ്റ്റ് ബേസിക് പേ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ വീണ്ടും പരിഷ്കരിച്ചിട്ടുണ്ടാവും, വീണ്ടും അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും പരിഷ്കരിച്ചിട്ടുണ്ടാവും. അപ്പോൾ 5 വർഷങ്ങൾ കൂടുമ്പോൾ ഈ ഫാമിലി പെൻഷനും പരിഷ്കരിക്കുന്നുണ്ട്. ഇനി ഈ ഫാമിലി പെൻഷൻ വാങ്ങുന്നവർക്ക്, പെൻഷനർമാർക്ക് ഒരു പ്രത്യേക പെൻഷൻകാരെ പോലെ തന്നെ ഒരു പ്രത്യേക സ്കെയിൽ ഒന്നുമില്ല. അതിൻ്റെ ഫാമിലി പെൻഷൻ ഒരു മിനിമം ഫാമിലി പെൻഷൻ എത്രയാണെന്നും മാക്സിമം ഫാമിലി പെൻഷൻ എത്രയാവുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്, ഈ ഫാമിലി പെൻഷനർക്ക് വാർഷിക ഇൻക്രിമെൻ്റ് ഇല്ല, HRA ഇല്ല, വാർഷിക ഇൻക്രിമെൻ്റ് ഇല്ല, പിന്നെ ഒരു സ്കെയിൽ ഓഫ് പേ ഇല്ല. ഇത് പെൻഷനർക്കും അങ്ങനെ തന്നെയാണ്, ഫാമിലി പെൻഷൻകാർക്കും ഇങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ഇത് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇപ്പോൾ ഫാമിലി പെൻഷൻ റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സാധ്യതകൾ എന്ന് മാത്രമാണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ സാധ്യത എന്ന് പറയുന്നത് പരമാവധി സാധ്യതയാണ്. ഈ സാധ്യതയിൽ കുറവ് ഉണ്ടാവാൻ മാത്രമേ സാധ്യതയുള്ളൂ. ഇപ്പോൾ 2019 ഫാമിലി പെൻഷൻ എങ്ങനെയായിരുന്നു റിവൈസ് ചെയ്തത് എന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. നോക്കുക, അന്ന് ബേസിക് ഫാമിലി പെൻഷന് 1.38 കൊണ്ട് ഗുണിക്കുകയായിരുന്നു ചെയ്തത്. 1719 ഉണ്ടായിരുന്ന ബേസിക് അടിസ്ഥാന ഫാമിലി പെൻഷൻ എന്ന് പറയുന്ന ആ സംഖ്യയെ 1.38 കൊണ്ട് ഗുണിച്ചതിന് ശേഷം അടുത്ത 10ൻ്റെ ഗുണിതത്തിന് റൗണ്ട് ചെയ്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ 72 എന്ന് പറഞ്ഞാൽ അടുത്ത ഗുണിതത്തിൽ റൗണ്ട് ചെയ്യുമ്പോൾ എന്തായി 80 ആവും. ഇപ്പോൾ 15,782 എന്ന് പറഞ്ഞാൽ 15,790 അത് റൗണ്ട് ചെയ്യും. ശമ്പളക്കാരെ പോലെ നമുക്ക് ഫാമിലി പെൻഷനിലും അടുത്ത സ്റ്റേജിൽ റൗണ്ടിങ് കിട്ടാറില്ല. അടുത്ത സ്റ്റേജിൽ റൗണ്ട് ചെയ്യുക എന്ന് പറയാൻ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും ഒരു സ്കെയിൽ ഓഫ് പേയോ സ്റ്റേജോ ഇല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത്. ഇനി നമ്മൾ ഇപ്പോൾ 1/7/2024 സാധ്യതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നുകിൽ ഒരു സാധ്യത ഇതാണ്, 28%. ഇപ്പം നമുക്ക് ഓൾറെഡി 22% DA കയ്യിൽ കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് അർഹതപ്പെട്ട DA എന്ന് പറയുന്നത് 35% വരെ ഉണ്ട്. എന്നാൽ ഈ 1/7/24 വരെ ഒരു പക്ഷേ 28% DA ലയിപ്പിക്കും. ഒരു ഫിറ്റ്മെൻ്റ് ആയിട്ട് 10% തന്ന് 28ഉം 10ഉം 38%. ഒരു സാധ്യത മാത്രമാണിത്. ഈ 22% DAയുടെ കൂട്ടത്തിൽ ഒരു 2 DA കൂടി, 2 DA എന്ന് പറയുന്നത് 3 3 6%. അപ്പോൾ 28%. ആ 28%വും ഫിറ്റ്മെൻ്റ് ഒരു 10% കൂട്ടി ടോട്ടൽ 38% ഈ ബേസിക് പേയോടുകൂടി കൂട്ടുക. അങ്ങനെ 2 DA കൂടി ഇതിനെ ലയിപ്പിക്കുമ്പോൾ നമുക്ക് DA മുൻകൂട്ടി തരണമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ 2 DA മുൻകൂട്ടി തന്നിട്ട് ലയിപ്പിക്കാം, അല്ലെങ്കിൽ തരാതെ ഈ ഫാമിലി പെൻഷൻ തരുന്ന, ഇപ്പോൾ മാർച്ചിലാണ് തരുന്നതെങ്കിൽ മാർച്ചിൽ ഇതെല്ലാം കൂടി തരുമ്പോൾ അത് ഈ DA
ബേസിക് ഫാമിലി പെൻഷനിലേക്ക് ലയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഡി എ നമുക്ക് തന്നതിന് തുല്യമായി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ബേസിക് ഫാമിലി പെൻഷനെ ഇവിടെയും 1.38 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഒരു സംഖ്യയായിരിക്കും നമ്മളുടെ ബേസിക് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് 15,600 രൂപ ഫാമിലി പെൻഷൻ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച്, 15,600 വാങ്ങുക എന്ന് പറഞ്ഞാൽ ബേസിക് ആണ് കേട്ടോ. 15,600 ഡി എ നമ്മളിവിടെ എടുക്കുന്ന ഇതൊന്നും കണക്ക് കൂട്ടാൻ വേണ്ടി ഡി എ എടുക്കാറില്ല. 15,600 ബേസിക് പെൻഷൻ ഗുണിക്കണം 1.38 സമം 21,528. അതിനെ അടുത്ത 10 റൗണ്ട് ചെയ്താൽ 21,530. ഈ ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ടോട്ടൽ എമോലുമെൻറ്റ്സ് എന്ന് പറയുന്നത് 1/7/24 21,530 കൂട്ടണം 3% ഡി എ ആണ്. ഈ 23,530 ഓക്കെ, പക്ഷേ ഈ 3% ഡി എ അന്ന് നമുക്ക് വീണ്ടും ചിലപ്പോൾ കുടിശ്ശികയായിട്ട് നിലനിർത്തിക്കൊണ്ടായിരിക്കും തരുന്നത്. ചിലപ്പോൾ അത് തരാം, ചിലപ്പോൾ അത് വീണ്ടും കുടിശ്ശികയായിട്ട് നിലനിർത്തി ഈ ബേസിക് പേ മാത്രം തരുന്ന രീതിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ സാധ്യത വേറൊരു സാധ്യതയാണ്. ഇതിൽ നമ്മൾ പറയുന്നത് ബേസിക് പെൻഷൻ 1/7/24 ബേസിക് പെൻഷൻ പ്ലസ് 31% ഡി എ ലയിപ്പിക്കുകയാണ്. ഈ 31% ഡി എ ലയിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1/7/24 വരെ നമുക്ക് കിട്ടേണ്ട ഡി എയുടെ ശതമാനം എന്ന് പറയുന്നത് 31. ഇപ്പം 22 ഇനി നമുക്ക് 3, 3, 3 അങ്ങനെ 3 കൂടി 1/7/24 വരെ ഉണ്ട്. അപ്പോൾ ആ 3 ഇപ്പം 2019 ചെയ്തതിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ 2019 1/7/19 വരെയുള്ള മുഴുവൻ ഡി എയും ലയിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ 31% ഡി എ ലയിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ഫിറ്റ്മെൻറ്റ് നേരത്തെ നമ്മൾ 10 കൊടുത്തതിന് പകരം ഇവിടെ 7 ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെയും 1.38 കൊണ്ട് ഗുണിക്കാം. 31% പ്ലസ് 7%, 31, 7, 38. അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ബേസിക് ഫാമിലി പെൻഷനെ പുതിയത് കിട്ടാൻ വേണ്ടി 1/7/24 ഉണ്ടായിരുന്ന ബേസിക് ഫാമിലി പെൻഷൻ എത്രയാണോ അതിനെ 1.38 കൊണ്ട് ഗുണിച്ച് അത് അടുത്ത 10 റൗണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ വീണ്ടും അതിൻ്റെ എടുത്തിരിക്കുന്നത് 15,600 ഗുണിക്കണം 1.38 സമം 21,528. അടുത്ത 10 റൗണ്ട് ചെയ്യുമ്പോൾ 21,530. അങ്ങനെയെങ്കിൽ ടോട്ടൽ എമോലുമെൻറ്റ്സ് ആകെ കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ 21,530 പ്ലസ് ഡി എ 0 ആയിരിക്കും. അതായത് ഡി എ 0 കാരണം 1/7/24 വരെയുള്ള ഡി എ മുഴുവനായി ബേസിക് ഫാമിലി പെൻഷൻ ലയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡി എ 0 ആയിരിക്കും. അപ്പോൾ ഈ 2 സാധ്യതകളാണ് പരമാവധി കിട്ടാനുള്ള സാധ്യത. ഇതിൽ കൂടുതൽ യാതൊരു കാരണവശാലും വരില്ല. ചിലപ്പോൾ ഒരു ഡി എ മാത്രം തന്നിട്ട് ഒരു ഡി എ മാത്രം ലയിപ്പിച്ച് ബാക്കി അരിയറായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി 2 തന്ന് ബാക്കി അരിയറായി നിലനിർത്തി കൊണ്ടുപോകാം. എന്തു രീതിയിലും മാറ്റങ്ങൾ വരാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധ്യതകളൊക്കെ അതിൻ്റെ ഏറ്റവും മാക്സിമമാണ്. ഇതിൽ കുറവോ മാത്രമേ നമുക്ക് ഇതായിട്ട് ഫാമിലി പെൻഷനായിട്ട് കിട്ടുകയുള്ളൂ എന്നാണ് സത്യം. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി അത്തരത്തിലാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും പെൻഷൻ്റെ ഒരു റിവിഷൻ, ഫാമിലി പെൻഷൻ്റെയും ഒരു റിവിഷൻ നടക്കുമെന്ന കാര്യത്തിൽ ഏകദേശം 100% തന്നെ അത് ഉറപ്പായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരിക്കലും ഇത് അതുപോലെ അവർ ചിന്തിച്ചത് ഞാൻ പറഞ്ഞു എന്നൊന്നും അർത്ഥമില്ല. ഞാനതിൻ്റെ സാധ്യതകൾ മാത്രമാണ് പറഞ്ഞത്.
ഈ ഡി എ മർജ് ചെയ്യാതെ ലയിപ്പിക്കാതെ ഒരു പെയർ വിഷനും ഇന്ന് വരെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്തെങ്കിലും ഒക്കെ ഡി എ മർജ് ചെയ്തിട്ട് തന്നെയാണ് ഇത് വരിക. പക്ഷേ നമ്മൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഈ ഫിനാൻസ് ധനകാര്യ വകുപ്പ് ഇതിനകത്ത് കാണുമോ എന്നൊന്നും വ്യക്തമല്ല. കൂടുതൽ വിശദീകരണങ്ങൾ നമുക്കത് പുറത്തേക്ക് വന്നതിന് ശേഷം അതിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫാമിലി പെൻഷൻ, ശമ്പളം ഇതൊക്കെയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.